അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം ഖബർ തകർത്ത് കൊണ്ടുപോകാൻ വന്ന സ്പെയിൻകാരായ നീചന്മാർ പിടിക്കപ്പെട്ട ചരിത്രം. അവതരണം അബു യാസിൻ. സുൽത്താൻ കോപത്തോടെ, ആരവിടെ? എത്രയും പെട്ടെന്ന് അവർ രണ്ടുപേരെയും നമുക്ക് മുമ്പിൽ ഹാജരാക്കൂ. അത്ര വലിയ മഹാന്മാരാണെങ്കിൽ അവരെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. വേഗമാവട്ടെ. സുൽത്താന്റെ ഉത്തരവ് നിമിഷങ്ങൾക്കകം നടപ്പിലാക്കപ്പെട്ടു. അവർ രണ്ടുപേരും തിരുമുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ഒരു നിമിഷം സുൽത്താൻ അവരെ കണ്ട് ഞെട്ടി. എന്തൊരത്ഭുതം! ഇവരിൽ നിന്ന് എന്നെ സംരക്ഷിക്കുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് മുന്നറിയിപ്പ് നൽകിയ അതേ വ്യക്തികൾ. സുൽത്താന്റെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. വലിയ ഭക്ത്യാദരവുകൾ നടിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ രണ്ടു വ്യക്തികളെ സുൽത്താൻ അല്പസമയം ഇമവെട്ടാതെ നോക്കി നിന്നു. പിന്നീട് ചോദ്യം ആരംഭിച്ചു. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ്? ഞങ്ങൾ മൊറോക്കോക്കാരാണ്. എന്തിനാണ് ഇവിടെ വന്നത്? ഹജ്ജിനു വേണ്ടി വന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹജ്ജ് കഴിഞ്ഞു. ഇനി സിയാറത്തും ചെയ്ത് മടങ്ങാമെന്ന് കരുതി ഇവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമീപത്ത് തന്നെ താമസിക്കാനുള്ള ആഗ്രഹം കാരണം അല്പകാലം ഇവിടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നു. സത്യം പറയൂ. അസത്യത്തിന് നിലനിൽപ്പില്ലെന്നോർക്കണം. ഞങ്ങൾ സത്യം തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. സുൽത്താൻ പലതവണ പ്രസ്തുത ചോദ്യം ആവർത്തിച്ചപ്പോഴും അവർ ആദ്യത്തെ മറുപടി ആവർത്തിച്ചതേയുള്ളൂ. പിന്നീട് സുൽത്താൻ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, പറയൂ, ഇവരെവിടെയാണ് താമസിക്കുന്നത്? മദീന നിവാസികൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിന്റെ തൊട്ടടുത്തായി ഒരു സത്രത്തിൽ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടാക്കി അവിടെയാണ് അവർ താമസിക്കുന്നത്. സുൽത്താൻ ഉത്തരവിട്ടു, ആരവിടെ? ഇവർ രണ്ടുപേരെയും വിലങ്ങുവെക്കൂ. ഇവരുടെ താമസ സ്ഥലം നമുക്കൊന്ന് കാണണം. സുൽത്താൻ നാട്ടുകാരോടൊപ്പം അവരുടെ താമസ സ്ഥലത്തേക്ക് നീങ്ങി. താമസ സ്ഥലവും പരിസരങ്ങളും മുഴുവൻ അരിച്ചുപെറുക്കി. പക്ഷേ നിരാശയായിരുന്നു ഫലം. 2 ഖുർആൻ പ്രതികളും ഏതാനും കിതാബുകളും ചില നിത്യോപയോഗ വസ്തുക്കളുമല്ലാതെ മറ്റൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. സുൽത്താൻ വിഷണ്ണനും ദുഃഖിതനുമായി. ഇങ്ങനെയെല്ലാം നടക്കുമ്പോൾ മദീനവാസികൾ അവർ രണ്ടുപേരെയും വല്ലാതെ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. ചിലർ അവർക്കായി സുൽത്താനോട് ശുപാർശ ചെയ്യാൻ വരെ തയ്യാറായി. സുൽത്താൻ, ഇവർ വളരെ നല്ലവരാണ്, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്നവരാണ്. എന്നും ഇവർക്ക് നോമ്പായിരിക്കും. ഇടയ്ക്കിടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യും. എപ്പോഴും സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും രാത്രി ജന്നത്തുൽ ബഖീയിൽ പോയി ദീർഘനേരം പ്രാർത്ഥിച്ച് തിരിച്ചു വരാറുള്ളൂ. അവരോട് ആരെന്ത് സഹായം ചോദിച്ചാലും അവർ അത് നൽകും. ഒരിക്കലും ഇല്ലെന്ന് പറയുകയുമില്ല. കഴിഞ്ഞ ക്ഷാമകാലത്ത് ഇവരുടെ ധർമ്മം കാരണം മദീനവാസികളായ ഞങ്ങളെല്ലാവരും ഇവരെക്കുറിച്ച് സംതൃപ്തരാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് അഹിതമായ യാതൊന്നും ഉണ്ടാവാൻ തരമില്ല. അവരെ അങ്ങ് സംശയിക്കുന്നത് വെറുതെയാണ്. അഭിപ്രായങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരുന്നു. സുൽത്താൻ ആവട്ടെ എല്ലാം ക്ഷമയോടെ കേട്ടുനിന്നതേയുള്ളൂ. പെട്ടെന്നാണത് സംഭവിച്ചത്. ഏതോ ഒരു ഉൾവിളിയുടെ പ്രേരണയിലെന്ന വണ്ണം സുൽത്താൻ അവരുടെ താമസ സ്ഥലത്ത് കൂടെ അങ്ങുമിങ്ങും ഉലാത്താൻ തുടങ്ങി. അതിനിടയിൽ എപ്പോഴോ സുൽത്താൻ അവിടെ വിരിച്ചിട്ട മുസല്ലയൊന്ന് പൊക്കി നോക്കി. ഒരു നിമിഷം സുൽത്താന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതിനടിയിലിതാ വളരെ രഹസ്യമായ ഒരു തുരങ്കം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. തുരങ്കത്തിന് വായ്ഭാഗത്ത് പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വലിയൊരു കല്ല് പാകിയിരിക്കുന്നു. സുൽത്താൻ കല്ല് പൊക്കി നോക്കി. സുബ്ഹാനല്ലാഹ്! മണ്ണ് തുരന്ന് അതിസമർത്ഥമായി തയ്യാറാക്കിയ തുരങ്കം പൂർണ്ണമായി സുൽത്താന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അത് ചെന്നവസാനിക്കുന്നതാവട്ടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിനുള്ളിലും. പവിത്രമായ തിരുകബറിനടുത്തിന് സമീപം വരെ എത്തിയിരിക്കുന്നു തുരങ്കം. സുൽത്താന് സംഗതിയുടെ കിടപ്പ് മനസ്സിലായി. സുൽത്താൻ മദീനവാസികളെയെല്ലാം വിളിച്ചുകൂട്ടി സംഭവം കാണിച്ചു കൊടുത്തു. കൂടെ സ്വപ്ന വൃത്താന്തവും പറഞ്ഞു. ജനങ്ങൾ അമ്പരന്നു. പലർക്കും രോഷം തിളച്ചു പൊങ്ങി. സുൽത്താൻ 2 സ്പെയിൻകാരെയും അവിടെ ഹാജരാക്കി. ജനാവലി ഇളകി മറിഞ്ഞു. അവരെ ശാന്തരാക്കാൻ സുൽത്താനും മന്ത്രിയും ഏറെ പാടുപെടേണ്ടി വന്നു.
സുൽത്താൻ രണ്ട് സ്പെയിൻകാരെയും മാറി മാറി നോക്കി. അവരുടെ തല കുനിഞ്ഞിരുന്നു, കണ്ണുകളിൽ നിന്ദ്യത നിഴലിച്ചിരുന്നു. സുൽത്താൻ അവരോട് ആക്രോശിച്ചു, വഞ്ചകന്മാരെ, ഇത്തരമൊരു നീച പ്രവൃത്തിക്ക് നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണ്? എല്ലാം തുറന്നു പറയുക, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അവരൊന്നും മിണ്ടിയില്ല, തലകുനിച്ചു നിന്നതേയുള്ളൂ. കോപം സിരകളിൽ ഇരച്ചു കയറിയ സുൽത്താൻ ഉത്തരവിട്ടു, ആരവിടെ? ദ്രോഹികളായ ഈ വഞ്ചകന്മാരെ ചാട്ടവാറ് കൊണ്ടടിക്കൂ. യാതൊരു ദാക്ഷിണ്യവും വേണ്ട. ഇവർ സത്യം പറയുമോ എന്ന് നാം ഒന്ന് പരിശോധിക്കട്ടെ. സുൽത്താന്റെ കൽപ്പന കിട്ടേണ്ട താമസം പട്ടാളക്കാർ രണ്ടുപേരെയും കുതിരെ തല്ലി. രോഷാകുലരായ നാട്ടുകാരിൽ ചിലരും അതിൽ പങ്കുചേർന്നു. ഒടുവിൽ അവർ സത്യം പറയാൻ നിർബന്ധിതരായി. വിറയാർന്ന സ്വരത്തിൽ അവർ പറഞ്ഞു തുടങ്ങി, സുൽത്താൻ, ഞങ്ങൾ മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളാണ്. പാശ്ചാത്യൻ നാടുകളിലെ ക്രൈസ്തവരായ രാജാക്കന്മാർ ഞങ്ങളെ ഹാജിമാരുടെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് അയച്ചതാണ്. ധാരാളം പണവും സമ്പത്തുക്കളും ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടവർ പറഞ്ഞു, ഇത് നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ദാനം ചെയ്യുക, അങ്ങനെ അവരുടെ തൃപ്തി സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും നല്ല ഭക്തന്മാരായി ചമഞ്ഞ് റൗള ഷരീഫിനടുത്ത് താമസം ഒപ്പിച്ചെടുക്കുക. കൂട്ടത്തിൽ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ആരോരും അറിയാതെ പരിശുദ്ധ ഖബർ തുറന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം ഇങ്ങോട്ടെടുത്ത് കൊണ്ടുവരിക. ഇതായിരുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം. ഇതിനവർ ധാരാളം സമ്പത്തും സ്ഥാനമാനങ്ങളും ഓഫർ ചെയ്തിട്ടുമുണ്ട്. ക്രിസ്തീയ രാജാക്കന്മാരുടെ വലിയ വലിയ വാഗ്ദാനങ്ങളിൽ മനം മയങ്ങി ഞങ്ങൾ സിയാറത്തിന് എന്ന വ്യാജേന മദീനയിലെത്തി. റൗള ഷരീഫിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സത്രത്തിൽ താമസമാക്കി. യാതൊരു സംശയവും മദീനക്കാർക്ക് തോന്നാതിരിക്കാൻ ഞങ്ങൾ മുസ്ലിം സൂഫികളായി ചമഞ്ഞു. സ്വതക്കെന്ന നിലയിൽ പണം വാരി വിതറി. ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം നല്ല രൂപത്തിൽ നാട്ടുകാരോട് പെരുമാറി. സുൽത്താന് കോപം ശതഗുണീഭവിച്ചു. വീണ്ടും സുൽത്താൻ അവർക്കു നേരെ തിരിഞ്ഞു പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു, നീചന്മാരെ, എങ്ങനെയാണ് നിങ്ങൾ ഇത്ര സമർത്ഥമായി ആരും അറിയാതെ തുരങ്കം നിർമ്മിച്ചത്? മണ്ണ് എവിടെയാണ് നിക്ഷേപിച്ചത്? എല്ലാം വ്യക്തമായി ഇട്ടു പറയൂ, എല്ലാവരും കേൾക്കട്ടെ. ഇത് പറയുമ്പോൾ സുൽത്താന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവർ പറഞ്ഞു, രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ താമസിക്കുന്ന ഈ സത്രത്തിനുള്ളിൽ നിന്ന് തുരങ്കം വെട്ടും. എന്നിട്ട് ആരും കാണാതെ മണ്ണ് കയ്യിൽ കരുതിയ തോൽ സഞ്ചിയിൽ നിറക്കും. എന്നിട്ട് രാത്രി ജന്നത്തുൽ ബഖിയ ഖബർസ്ഥാൻ സിയാറത്തിന് എന്ന വ്യാജേന ചെന്ന് ആ മണ്ണ് അവിടെയുള്ള പുതിയ ഖബറിന്മേൽ നിക്ഷേപിക്കും. ആർക്കും ഒരു സംശയം തോന്നാത്ത രൂപത്തിൽ നിരവധി ദിവസങ്ങളെടുത്താണ് ആസൂത്രിതമായി ഞങ്ങൾ ഈ നിഗൂഢ പദ്ധതി നടപ്പാക്കിയത്. ദിവസങ്ങൾ നീണ്ട ശ്രമഫലമായി ഇന്നലെ ഞങ്ങൾ വിശുദ്ധ ഖബർ ഷരീഫിന്റെ തൊട്ടടുത്തെത്തി. പെട്ടെന്ന് ആകാശത്തു നിന്നൊരു ഇടിമുഴക്കമുണ്ടായി. ഒപ്പം മിന്നൽ പുണരുകളും. ഞങ്ങൾക്ക് മേൽ ഭൂമി കുലുങ്ങുന്നതായി തോന്നി. പേടിച്ചു പോയ ഞങ്ങൾ തൽക്കാലം ജോലി നിർത്തിവെച്ചു. നാളെ തുടരാമെന്ന ദൃഢനിശ്ചയം ചെയ്ത് ഞങ്ങൾ പോയി വിശ്രമിച്ചു. ഞങ്ങളുടെ ലക്ഷ്യം അടുത്ത് തന്നെ പൂവണിയുമെന്ന് ഞങ്ങൾ സ്വപ്നം കണ്ടു. കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളോർത്ത് ഞങ്ങളുടെ ഹൃദയം തുടിച്ചു. പക്ഷെ ഇന്ന് നേരം പുലർന്നപ്പോഴേക്കും സുൽത്താനായ അങ്ങ് നാട്ടിലെത്തിയ വാർത്തയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ ഞങ്ങൾ പിടിക്കപ്പെടുകയും ചെയ്തു. നിർബന്ധിതരായിട്ടാണെങ്കിലും ആ രണ്ട് ചെറുപ്പക്കാരുടെ സത്യസന്ധമായ വിവരണം കേട്ട് സുൽത്താൻ ഒരു നിമിഷം കരഞ്ഞുപോയി. മഹത്തായ ഈയൊരു പുണ്യപ്രവർത്തിക്ക് സാധുവായ എന്നെയാണല്ലോ റബ്ബെ നീയും നിന്റെ റസൂലും തെരഞ്ഞെടുത്തത്. സുൽത്താൻ വിങ്ങിപ്പൊട്ടി. തുടർന്ന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തി സുജൂദിൽ വീണു. വഞ്ചകരായ രണ്ട് സ്പെയിൻകാർക്കും സുൽത്താൻ വധശിക്ഷ വിധിച്ചു. താമസം വിന ശിക്ഷ പരസ്യമായി തന്നെ നടപ്പിലാക്കപ്പെട്ടു. അവരുടെ കബന്ധങ്ങൾ മദീന തെരുവീതിയിൽ അനാഥമായി കിടന്നു. അക്രമികൾക്കും ദ്രോഹികൾക്കും വഞ്ചകന്മാർക്കുമുള്ള മായാത്ത പാടമുദ്രയായി. പിന്നീട് സുൽത്താൻ വിശുദ്ധ റൗള ഷരീഫിന് ചുറ്റും വെള്ളം കാണുന്നതുവരെ 4 ഭാഗത്തും കിടങ്ങു കീറാൻ ഉത്തരവിട്ടു. പിന്നീട് അതിൽ ഈയം ഉരുക്കിയൊഴിച്ച് കിടങ്ങ് മൂടി. അങ്ങനെ ഇനി ഒരാൾക്കും പരിശുദ്ധ ഖബറിനടുത്തേക്ക് എത്താൻ കഴിയാത്ത വിധത്തിൽ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ ഈയം കൊണ്ടുള്ള ഭിത്തി നിർമ്മിക്കപ്പെട്ടു. ദൗത്യം പൂർത്തിയാക്കി സന്തോഷത്തോടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം വഴിയുള്ള നിർദ്ദേശം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ സുൽത്താൻ നൂറുദ്ദീൻ പിന്നീട് ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി. ഹിജറ 555 നടന്ന ഈ സംഭവം ജീവിതകാലത്തെന്ന പോലെ വഫാത്തിന് ശേഷവും ശത്രുക്കളിൽ നിന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുമെന്ന് ഖുർആൻ വചനത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള പുലർച്ചയായി വിലയിരുത്താം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മുത്തലിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.